ഡ്രസ്സ് അങ്ങനെ എന്തെല്ലാം കിട്ടി ഗായ്സ്. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ആൾക്കാർ സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് എന്താ പറയുക 75 സ്റ്റിക്കർ 75 ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 75 ഫോട്ടോസ്, അതായത് അവരെ കുട്ടീൻ്റെ തന്നെ എന്താ പറയുക കുഞ്ഞു മുതലുള്ള ഫോട്ടോസൊക്കെ തന്നിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ തുറന്നു എഴുതി ഓർഡർ ചെയ്യാണ്ടിരിക്കണ്ട, കാരണം ഇനി ബുക്കൊക്കെ കിട്ടാൻ ഉണ്ടാവുമായിരിക്കും. ബുക്കൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഡെലിവറി ആവുന്നുണ്ട്. ഒരു 3 ദിവസത്തിനുള്ളിലൊക്കെ നിങ്ങളുടെ കയ്യിലെത്തും കേട്ടോ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ നിങ്ങളെല്ലാവരും തമിഴിൽ കണ്ടിട്ടുണ്ടാവും. നെയിം സ്ലിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ ചോദിച്ചാൽ അതിൻ്റെ ഇടയിലായിരുന്നു ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് സന്തോഷമായി. എന്താന്ന് വെച്ചാൽ എനിക്കിഷ്ടായി. എത്ര ദിവസം എടുക്കൂടാ? തേർഡിന് മുന്നേ എത്തുമോ? അത് വൺ ടൈം മാറ്റിട്ട് എനിക്കത് ഒന്നുകൂടെ നയിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റിയില്ല. എടാ, എന്നത്തേക്ക് ഇന്ന് പ്രിൻ്റ് ചെയ്ത് കിട്ടും, എന്നിട്ട് നാളെ അയക്കത്തുള്ളൂ. എങ്ങനെയാന്ന് പറയണേ. എക്സൈറ്റഡാ കാണിക്കാൻ. ഓ കേടാ, ഞാൻ അവിടെ നിന്ന് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ എങ്ങാനും വരുവാണെങ്കിൽ ഒരു ഹായ് പറയാൻ അടുത്ത. എനിവേ, താങ്ക് യു സോ മച്ച്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ കുഞ്ഞ് സ്ലിപ്പാണ് ഇത്. ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കുറേ ബുക്ക് വാങ്ങിച്ചിട്ട് കുറേ ഒട്ടിച്ച് ഇടയ്ക്ക് തിരക്കായിപ്പോടെ വിളിക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് ഓഡിറ്റേഴ്സും അങ്ങനെ കുറേ സംതിങ്ങും നല്ല ഇതായിരുന്ന സമയമായിരുന്നു കേട്ടോ. താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. ഒരു നെയിം സ്ലിപ്പ് ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെ എനിക്ക് അയച്ച വോയിസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കാട്ടോ. അപ്പം അവരെ വോയിസൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം അവരത്രയ്ക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കസ്റ്റമർ അതിനൊക്കെ ഓരോ നല്ല ഇത് പറയുമ്പോൾ നമുക്ക് എന്തായാലും സന്തോഷം ഉണ്ടാവും. അപ്പോൾ അവരുടെ ആ വോയിസും അതുപോലെ തന്നെ വേറൊരു കസ്റ്റമർ കൂടി ഉണ്ട് കേട്ടോ. അവരും ഇതേപോലെ നല്ല രീതിയിൽ നമ്മളോട് ഇങ്ങോട്ടേക്ക് സ്റ്റിക്കറൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മെയിനായിട്ട് ഇവർ 2 പേരായിരുന്നു ഭയങ്കരമായിട്ട് എന്നോട് അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള രീതിയിൽ റിപ്ലൈ ചെയ്തത് എനിക്ക്. അപ്പം പക്ഷെ ഓർഡർ ചെയ്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർക്കും ഇഷ്ടപ്പെടാണ്ട് മെയിനായിട്ട് പറഞ്ഞത് നമുക്ക് എന്നോട് അത്രയും വോയിസൊക്കെ അയച്ചിട്ട് അത്രയും പിന്നെ വെച്ചല്ല ബസ്സിൽ പ്രസവിച്ചത് ഒരു കുഞ്ഞിനെ ബസ്സിൽ പ്രസവിച്ചത്. അപ്പം വീണ്ടും അവർക്ക് അത്ര ഇഷ്ടപ്പെടാനായിട്ട് കിട്ടും. പിന്നെ നമുക്ക് മെസ്സേജ് അയച്ച് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, എന്നോട് ഓർഡർ ചെയ്ത് അവരുടെ സിസ്റ്ററിന് കൂടി സർപ്രൈസ് കൊടുക്കാൻ കൂടി അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ അവർക്ക് ഇന്നലെ സാധനം കിട്ടിയത് അവരുടെ സിസ്റ്ററിൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ സിസ്റ്ററിന് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷമായൊരു വീടാണ്. അപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ആക്കിയിട്ടുണ്ട്. അവരോട് ചോദിച്ച് സ്റ്റാറ്റസ് ഇട്ടോട്ട് ചോദിച്ചിട്ട് അങ്ങനെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷമായി. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ആൾക്കാർ സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നെയിം സ്ലിപ്പ് വേണമെങ്കിൽ പ്ലീസ് DM ചെയ്യാം കേട്ടോ. നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. സ്കൂൾ തുറന്നു എഴുതി ഓർഡർ ചെയ്യാണ്ടിരിക്കണ്ട, കാരണം ഇനി ബുക്കൊക്കെ കിട്ടാൻ ഉണ്ടാവുമായിരിക്കും. ബുക്കൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഡെലിവറി ആവുന്നുണ്ട്. ഒരു 3 ദിവസത്തിനുള്ളിലൊക്കെ നിങ്ങളുടെ കയ്യിലെത്തും കേട്ടോ. കേരളത്തിനുള്ളിൽ എല്ലായിടത്തും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇനി ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് വന്ന കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മൾ ഇതിപ്പോൾ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അത്ര. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 8 ഷീറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നെയിം സ്ലിപ്പുകളൊക്കെ കേട്ടോ. അപ്പോൾ ഇത് 8 ഷീറ്റുണ്ട്.
ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യുന്നൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കില്ല. ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും ചിലപ്പോൾ ആൾക്കാർക്ക് ഡൗട്ടുണ്ട് എങ്ങനെയാണ് റേറ്റ്, എങ്ങനെയാണ് പീസ്, അത് ഇന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചൊന്നും കൂടി. ഇതാണ് വരുന്നത്. കാണിച്ച് പോവാം, എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇത് നെക്സ്റ്റ് ഇതൊരു പീസ് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം ഇത് വയനാട്ടിലേക്കുള്ള ഓർഡറാണ്. ഇപ്പം കാണിച്ചു കൊടുക്കുക നമ്മളെ ഏരിയയിൽ തന്നെയാണ്. ഇത് വയനാട്ടിലേക്കാണ് കേട്ടോ. ഇത് അവിടെ തന്നെയാണ് കേട്ടോ. ട്വിൻസാണ് കേട്ടോ. സെയിമല്ല, ഒന്ന് അനീനാവും ഒന്ന് അന്നാവും. മാറ്റം. ഇത് നെക്സ്റ്റ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇത് ഒരു ഷീറ്റിൽ 25 പീസാണ് വരുന്നത്. അപ്പോൾ 25 പീസിന് 100 രൂപയാണ്. അപ്പം പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്, ഡെലിവറി ചാർജ് എടുക്കുന്നത് 70 ആണ് കേട്ടോ. കേരളത്തിനുള്ളിൽ 70 രൂപയാണ് ഡെലിവറി ചാർജ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ എൻ്റെ ഏരിയയിൽ നിന്നും കുറച്ച് ദൂരത്തേക്ക്, നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ള സ്ഥലത്തേക്ക് എക്സ്ട്രാ 30 ഞാൻ വാങ്ങുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെന്താണ്, ഇതിലിപ്പം നിങ്ങൾ കുട്ടികളത് നിങ്ങൾക്ക് കുട്ടികളെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫോട്ടോസ് ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾക്ക് തരുന്നത് 2-3 ഫോട്ടോസൊക്കെ തരാണെങ്കിൽ ഇപ്പോൾ 25 തന്നെ മിക്സഡായിട്ട് ചെയ്ത് തരും. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളുടെ കുട്ടികൾക്ക് എന്ത് ഇഷ്ടമാണ്, എന്താണ് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടീൻ്റെ വേറെ ഒരു ഫോട്ടോ തന്നെ ബാക്ക്ഗ്രൗണ്ട് വേണോ, അങ്ങനെ ചെയ്തു തരും. പിന്നെ വേറെ എന്താണ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ കുറേ ഞാൻ ചെയ്ത ഒരുപാട് മോഡൽസ് ഉണ്ട്. അതുകൊണ്ട് അല്ലാതെ നിങ്ങളുടേതായ ഐഡിയ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു മോഡൽ ചെയ്തു തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇപ്പം പിന്നെ എന്താണ്, ചില ആൾക്കാർ 30 പീസ് വേണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് 25 സ്ലിപ്പാണ് അടിക്കാൻ പറ്റിയൊരു ഷീറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് 30 അങ്ങനെ വേണമെന്ന് പറയുമ്പം ഒന്നെങ്കിൽ ഞാൻ തന്നെ ബാക്കി 30 കഴിച്ചിട്ട് 30 എന്ന് പറയുമ്പോൾ ഒരു ഷീറ്റിൽ 25 പീസ് വന്നാൽ നെക്സ്റ്റ് അതിൻ്റെ 25 കഴിച്ച് ബാക്കി 5 നെക്സ്റ്റ് ഷീറ്റിലേക്ക് അടിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ ബാക്കി എന്താണ് 20 സ്റ്റിക്കറിൻ്റെ സ്പേസ് ബാക്കിയുണ്ടാവും. അപ്പോൾ അതിൽ എന്തായാലും എന്താ പറയുക അടിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ 30 നിങ്ങൾക്ക് അങ്ങനെ 30 വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചുകളയല്ല, ഉള്ളിലിടല, ഒട്ടിക്കുന്നതിൻ്റെ ഉള്ളിൽ. അപ്പം അങ്ങനെ വേണമെങ്കിൽ എന്തിനാ പറഞ്ഞത്, ഇപ്പം മറന്നു എന്ത് പറഞ്ഞു, മനസ്സിലായോ? ഒന്നെങ്കിൽ നിങ്ങൾ തന്നെ ആ 20 എണ്ണം ആർക്കെങ്കിലും ഒന്ന് വേണോ ചോദിച്ചിട്ട് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഞാൻ എൻ്റേതായ ഞാനും വേറെ കസ്റ്റമർ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അങ്ങനെ മാത്രമേ ആ 30 പീസസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൺഫേം ചെയ്യാൻ പറ്റൂ കേട്ടോ. എനിക്ക് ശരിക്കും 25 പീസ് അങ്ങനെയാണ് അടിക്കുന്നത്. പിന്നെ 25 പീസ് നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളൊക്കെ തന്നെ ആയിരിക്കണം എന്നില്ല, നിങ്ങൾ സിസ്റ്ററിൻ്റെയോ ബ്രദറിൻ്റെയോ ആരെയോ മക്കളായാലും ഇപ്പം 2 പേരുടെ 25 2 ഉദിക്കണമെങ്കിൽ ഒരാൾക്ക് 15, ഒരാൾക്ക് 10, അല്ലെങ്കിൽ ഒരാൾക്ക് 13, ഒരാൾക്ക് 12, എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് ചെയ്തിരുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഒരു കസ്റ്റമർ എനിക്ക് എന്താ പറയുക 75 സ്റ്റിക്കർ 75 ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 75 ഫോട്ടോസ്, അതായത് അവരെ കുട്ടീൻ്റെ തന്നെ എന്താ പറയുക കുഞ്ഞു മുതലുള്ള ഫോട്ടോസൊക്കെ തന്നിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പണിയാണ് അങ്ങനെ ചെയ്യാൻ, പക്ഷേ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇനിയും മനസ്സിലായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കാം, നിഷാസ്ലു എന്നൊരു ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ്. നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ വരാം കേട്ടോ. കാരണം കട്ട് ചെയ്യുന്നതെല്ലാം വീടെടുത്താൽ ഭയങ്കര ലോങ് ആയി പോകും. അപ്പോൾ കട്ടൊക്കെ ചെയ്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം കാണാം ലാസ്റ്റ് പാക്കിങ്ങും. ഇതിപ്പം ഒരിടത്തേക്ക് കൊടുക്കേണ്ടതാണ്, പുറത്തേക്ക് അയക്കാനുള്ളത് ബാക്കി നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഇപ്പോൾ പുറത്തേക്ക് അയക്കേണ്ട വേറെ 2 കൂടി വന്നിട്ടുണ്ട്. അവർ എന്താ പറയുക അവരയക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന്. അപ്പോൾ അതിന് എനിക്ക് അതിൻ്റെ വർക്ക് അപ്പോൾ അതിൻ്റെ വർക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല. അത് ഇൻഷാല്ലാ ഇന്ന് ചെയ്തിട്ട് നാളെ സ്റ്റിക്കർ എടുക്കാൻ പറ്റും.
അപ്പോൾ അത് മറ്റന്നാൾ അയക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങളിപ്പം ഞാൻ ഇന്നാണ് അയക്കുന്നുണ്ടെങ്കിൽ ഒരു 3 days മാക്സിമം 3 daysനുള്ളിൽ എത്തും. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള വരാം. ഹലോ ഗായ്സ്, ഇതങ്ങനെ പിറ്റേ ദിവസമായിട്ടാണ്. പിറ്റേ ദിവസം ഉച്ചയായി. പിന്നെ വൈകുന്നേരം കൊറിയർ അയക്കേണ്ടൊന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതാ ഇവിടെ ടേബിളിൽ 200 സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഫുള്ള് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 12:30 മണിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഉറക്കം വന്നിട്ട് പിന്നെ രാവിലെ പാക്ക് അയച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ ഇതാ കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഓരോരാളത് സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, ഞാനിങ്ങനെ സ്റ്റിക്കർ പാക്ക് ചെയ്യാൻ വേണ്ടി കവർ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതാ ലൈസൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ജനുവരി 25-നാണ് ലൈസൻസ് കിട്ടിയത്. പക്ഷേ കാർഡ് ഇതെപ്പം വരുന്നത്ര. ഉമ്മാൻ്റെ വണ്ടിൻ്റെ ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ ഗൈസ്. നമുക്ക് നമ്മുടെ ലൈസൻസ് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടുന്ന അന്നത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഓക്കെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കേരള. ഇതാണ് ഉമ്മാൻ്റെ ലൈസൻസ് ഗൈസ്. അങ്ങനെ അൽഹംദുലില്ലാഹ് കിട്ടി ഗൈസ്. വ്ളോഗ് വെച്ചാൽ ഇത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണോ. അപ്പോൾ ഇന്ന് ഉച്ചയായി കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്താ വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ബൈ.